ആമേൻ. അതിന്റെ 13-ാം വാക്യത്തിൽ ചില വാക്യം, നിന്റെ പ്രാർത്ഥന ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. ആമേൻ. ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ഭയപ്പെടേണ്ട, പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഹല്ലേലൂയ. 60 ദിവസത്തെ ഉപവാസത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. ഈ 16-ാം ദിവസ രാത്രിയിൽ കർത്താവ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലൂടെ നിങ്ങളോട് പറയുന്നു, ഭയപ്പെടേണ്ട. ആമേൻ. ഭയപ്പെടേണ്ട, നീ ധൈര്യമായിരിക്കുക. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഈ വരുന്ന ദിവസത്തിൽ ഉത്തരം ലഭിച്ചു പോയി. ഹല്ലേലൂയ. യേശു കർത്താവ് ഈ രാത്രിയിൽ നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട. ഭയമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടില്ല എന്ന് ഭയമുള്ളവരാരെങ്കിലും ഉണ്ടോ? ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക. ഈ 60 ദിവസം കഴിയുമ്പോൾ വലിയ ഒരു വിടുതൽ, മിറക്കിൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഹോളി സ്പിരിറ്റ്, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആമേൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഭവനത്തിൽ, ജീവിതത്തിൽ വലിയൊരു മിറക്കിൾ നടക്കുന്നു. ആമേൻ. അത് നടന്നിരിക്കും യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഹല്ലേലൂയ. നടക്കില്ല എന്ന് പറഞ്ഞ വേദനയോടുകൂടെ ഈ ഉപവാസത്തിന്റെ ആദ്യ ദിനം മുതൽ ഇതുവരെ നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചതായ വിഷയം, ഈ 16 ദിവസങ്ങളിൽ നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചതായ വിഷയം യേശുവിന്റെ നാമത്തിൽ നടക്കുന്നു. ആമേൻ. അത് നടന്നിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അതിനെ സ്വീകരിക്കുവാൻ വേണ്ടി നീ ഒരുങ്ങിയിരിക്കുന്ന ദിവസങ്ങളാകട്ടെ ഇനിയുള്ള ദിവസങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവ് ആമേൻ സെഖര്യാവിന്റെ മുൻപിൽ പ്രത്യക്ഷനായി, നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ എലിസബത്ത്, ആമേൻ, നിന്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്നു. ആമേൻ, ആമേൻ. സെഖര്യാവ് മനസ്സുകൊണ്ട് അവിശ്വസിച്ചു. വിവാഹം കഴിഞ്ഞു ഇത്രയും കാലമായി എനിക്ക് മക്കളില്ല. വിവാഹം കഴിഞ്ഞിട്ട് ഞാനിതാ വാർദ്ധക്യത്തിലെത്തി. എന്റെ ഭാര്യയ്ക്കോ ആമേൻ പുത്രോത്പാദനത്തിനുള്ളതായ എല്ലാ സാധ്യതകളും നഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നെ ഇതെങ്ങനെ സംഭവിക്കും? ഗബ്രിയേൽ ദൂതൻ പറയുന്നു, ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്നും സ്വർഗത്തിൽ നിന്ന് വന്നതായ ദൂതനായ ഗബ്രിയേലാകുന്നു. എന്റെ വാക്കിനെ നീ എന്തിനാ അവിശ്വസിച്ചിരിക്കുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. വിവാഹം കഴിഞ്ഞ് മക്കളില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെട്ട ഡോക്ടേഴ്സ് വിധി എഴുതുന്നു. ആമേൻ, ഇനി നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയില്ല. ആമേൻ. സകലരും അവളെ മച്ചി എന്ന് വിളിച്ച് കളിയാക്കി. അപ്പോൾ അവൾക്ക് സകലരുടെ മുൻപിൽ പോകുവാൻ ഒരു ഭയം, കാരണം മക്കളില്ലല്ലോ എന്ന ഭാരം. ആമേൻ. കർത്താവിന്റെ ദൂതൻ ഈ രാത്രി പറയുന്നു, ആമേൻ, നിനക്കൊരു സന്താനം ഇതാ ലഭിച്ചിരിക്കുന്നു. അവിശ്വസിക്കാതെ നീ അത് സ്വീകരിക്കുന്നുവെങ്കിൽ ആമേൻ വരുന്ന വർഷത്തിൽ ദൈവം നിനക്കൊരു സന്താനത്തെ തരും. ആമേൻ. ദൈവത്തിന്റെ ദൂതനെ നിരസിച്ചത് കൊണ്ട് ആമേൻ സെഖര്യാവിനോട് കൂടെ പറയുന്നു, നീ എന്റെ വാക്കുകളെ ധിക്കരിച്ചത് കൊണ്ട് നിനക്കൊരു കുഞ്ഞുണ്ടാകുന്നത് വരെ നീ സംസാരിക്കാത്തവനായിരിക്കും. ഹല്ലേലൂയ. നിന്റെ കുഞ്ഞിന് നീ ഒരു പേരിടുന്നത് വരെ നീ സംസാരിക്കത്തില്ല. ആമേൻ. ദൈവാലയത്തിനകത്ത് ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തിന്റെ നാമത്തിൽ ധൂപം കാട്ടുന്നതായ സെഖര്യാവ് അബിയാകൂറിന്റെ നിയമപ്രകാരം ദൈവാലയത്തിൽ അവൻ ചെന്നവൻ
ദൈവാലയ ശുശ്രൂഷയിൽ ഇരിക്കുന്നവൻ, ദൈവാലയത്തിനകത്ത് മുൻസ്ഥാനമുള്ളവൻ, ആമേൻ, അവന്റെ ജീവിതത്തിൽ അവൻ ദൈവസന്നിധിയിൽ നിലവിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവൻ. പക്ഷേ അവന്റെ ജീവിതത്തിൽ ദൈവാത്മാവ് സംസാരിച്ചപ്പോൾ അവൻ അവിശ്വസിച്ചതിന്റെ ഫലം അവൻ അനുഭവിക്കണം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മൾ നിലവിളിച്ചു, നമ്മൾ പ്രാർത്ഥിച്ചവരാണ്. ദൈവസന്നിധിയിൽ നടക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിൽ നടന്നിരിക്കുന്നു. ദൈവസന്നിധിയിൽ നമ്മൾ നടന്നതിനു ശേഷം ദൈവസന്നിധി വിട്ട് മാറപ്പെടുമ്പോഴാണ് ദൈവം എനിക്ക് തന്നതിന്റെ മേൽ അശുദ്ധാത്മാവിന്റെ ശക്തി പ്രവേശിക്കുന്നതും അത് നൽകപ്പെട്ടത് എനിക്ക് ഉപയോഗിക്കുവാൻ കഴിയാത്ത രീതിയിൽ അതിനെ ആമേൻ ഇല്ലാതെയാക്കുന്നു, അല്ലെങ്കിൽ മോശമാക്കി തീർക്കുന്നു. അപ്പോൾ നമ്മൾ പറയും, അല്ലയോ യഹോവേ, നീ എനിക്കിത് തരാതിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ആമേൻ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് നന്മകൾ പ്രാപിച്ചു ദൈവസന്നിധിയിൽ സാക്ഷ്യമായി നിൽക്കേണ്ട നാം ദൈവസന്നിധിയിൽ സാക്ഷ്യമായി നിൽക്കാതിരിക്കുന്നിടത്തോളം കാലം ഈ കഷ്ടത നമ്മെ പിൻപറ്റിക്കൊണ്ടേ ഇരിക്കും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കർത്താവായിരിക്കുന്ന ക്രിസ്തുവിൽ പൂർണ്ണമായി നീ വിശ്വസിച്ചാൽ, ആമേൻ, നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവന്റെ ജനത്തിന്റെ ആമേൻ പലരും സന്തോഷിക്കും. ആമേൻ. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. അമ്മയുടെ ഗർഭത്തിൽ വച്ചു തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് അവൻ നിറയും. ഹല്ലേലൂയ. അമ്മയുടെ ഗർഭത്തിൽ വച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ അവൻ നിറയും. വിവാഹം കഴിഞ്ഞ ചില മക്കളുള്ളതായ വ്യക്തികൾക്ക് ഒരു അഹങ്കാരമുണ്ട്. എന്റെ മെടുക്കാണ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ കിട്ടിയെന്ന്, നമുക്ക് കുഞ്ഞുങ്ങൾ കിട്ടിയെന്ന്. ഹല്ലേലൂയ. അങ്ങനെ ചിന്തിക്കരുത്. ആ മക്കൾ അനുസരണമുള്ളവരായി എനിക്ക് കിട്ടുകയില്ല. പലരുടെ ഉള്ളിലും ഒരു തോന്നലുണ്ട്, എന്റെ ആരോഗ്യത്തിന്റെ മിടുക്കിന്റെ ഫലമാണ് എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായത്. ആമേൻ. അങ്ങനെ അഹങ്കരിക്കുന്നവന്റെ സന്തതി ദേശത്തിൽ വലിയ തലവേദനയായി മാറിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ആമേൻ. വിവാഹത്തിനു വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? വിവാഹം കഴിച്ചു രജിയുടെ ചോദിക്കണ്ട. ആമേൻ. വിവാഹം കഴിച്ച് ഒരുങ്ങി പ്രാർത്ഥിക്കണം. വിവാഹത്തിന് മുൻപ് എന്ത് ചെയ്യണം? ഒരുങ്ങി പ്രാർത്ഥിക്കണം. റജി പ്രാർത്ഥിച്ചു കാണണം. അതായിരിക്കും ചിലപ്പോൾ ഭാര്യ വന്നത്. ഹല്ലേലൂയ. ആമേൻ. ഒരുങ്ങി പ്രാർത്ഥിക്കണം. തക്ക സമയത്ത് നമ്മുടെ മക്കളെ പെണ്ണ് കെട്ടാനായിട്ട് പറഞ്ഞേക്കരുത്. അവന് പ്രായപൂർത്തി എത്തി, അവനൊരു തക്ക തുണ വേണം എന്ന് പറഞ്ഞ് പെണ്ണ് കെട്ടാൻ ആരും നമ്മളെ മക്കളെ പറഞ്ഞേക്കരുത്. ഹല്ലേലൂയ. ദൈവാശ്രയത്തിൽ അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി ചെറുപ്പം മുതലേ പഠിപ്പിച്ചിരിക്കണം. അവന് അറിവും വിവേകവും വരുന്നതായ സമയത്തിൽ തക്കതായ തുണ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചിരിക്കണം. പ്രാർത്ഥിക്കുക മാത്രമല്ല, തക്കതായ തുണയെ അവൻ നിനക്ക് തരും. ആ വിവാഹം ഭംഗിയായി നടക്കുവാൻ വേണ്ടി നീ പ്രാർത്ഥിച്ചിരിക്കണം. കാനായിൽ കല്യാണ വീട്ടിൽ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നപ്പോൾ ആ ഭവനത്തിനകത്ത് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. സകലതും ഭംഗിയായി തീർന്നു. അത് ഭംഗിയായി തീരുവാൻ വേണ്ടി വിവാഹ ശുശ്രൂഷയിൽ ഭംഗിയായി പ്രാർത്ഥിച്ചിരിക്കണം, ഭംഗിയായി നടക്കുവാൻ. വിവാഹ ശുശ്രൂഷയിൽ നിന്ന് കുടുംബ ജീവിതത്തിലേക്ക് പോകുമ്പോൾ നിനക്കൊരു സന്താനം വേണമെന്ന് പ്രാർത്ഥിച്ചിരിക്കണം. ഹല്ലേലൂയ. ആ സന്താനം നിനക്ക് അനുഗ്രഹിക്കപ്പെട്ടതായി അവൻ ലഭിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിച്ചിരിക്കണം. ഹല്ലേലൂയ. ഭാര്യ ഗർഭിണിയായി കഴിഞ്ഞാൽ ആ കുഞ്ഞായുസ്സും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന്
ജന്മം നൽകുവാൻ വേണ്ടി പ്രാർത്ഥിച്ചിരിക്കണം. ഹല്ലേലൂയ. തക്ക സമയത്തിൽ ഒരു പൂർണ്ണ സുഖപ്രസവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കണം. ആമേൻ. ആ കുഞ്ഞിന് ജന്മം നൽകി പിതാവിന്റെ കയ്യിൽ കുഞ്ഞിനെ കൊണ്ട് തരുമ്പോൾ ആ പിതാവ് പ്രാർത്ഥിക്കണം, പിതാവേ, നീ എനിക്ക് വളർത്തുവാൻ തന്ന സന്താനത്തെ നീ കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ആ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരായി കർത്താവിന്റെ സന്നിധിയിൽ വളരുകയുള്ളൂ. ആപത്തുകളും അനർത്ഥങ്ങളും കടന്നു വരാതെ വണ്ണം ആമേൻ അവൻ കാത്തു സൂക്ഷിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഗർഭപാത്രത്തിൽ വച്ച് തന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ യോഹന്നാൻ ആമേൻ നിറയപ്പെട്ടു. എലിസബത്തിന്റെ വയറ്റിൽ ആമേൻ ശിശു ഉരുവാകുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ അത് അഭിഷേകം ചെയ്യപ്പെട്ട കുഞ്ഞായിരുന്നു. അപ്പോഴേ പറയുന്നു, ഇവൻ മദ്യപിക്കില്ല. ഹല്ലേലൂയ. ആമേൻ. യാതൊരു വിധമാകുന്ന ദുർനടപ്പിലേക്കും അവൻ പോകുകയില്ല. വരുന്നതായ ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ ആമേൻ ഒരുക്കക്കാരനായി മാറ്റപ്പെടുമെന്ന് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ദൈവത്തിന്റെ ആത്മാവ് സെഖര്യാവിന് അരുളപ്പാട് കൊടുക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്ര മാതാപിതാക്കൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആമേൻ. മക്കൾ യഹോവ തരുന്ന ദാനം. പലപ്പോഴും അതിനെ വളർത്തി എന്തെയും നമ്മളില്ലാതെയാക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. മക്കൾക്ക് അറിവ് വരുന്നതുവരെ അറിവിലും ജ്ഞാനത്തിലും വിവേകത്തിലും വളർത്തേണ്ടത് ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ചുമതല. അല്ല എങ്കിൽ യുവാവായി യുവത്വകാലത്തിലെത്തിയതായ യുവാക്കളും യുവതികളും മാതാവിനും പിതാവിനും വലിയ വേദനയായി മാറ്റപ്പെടും. ഹല്ലേലൂയ. ജന്മം നൽകി കുഞ്ഞിനെ കയ്യിലേക്ക് കിട്ടുമ്പോൾ, കർത്താവേ, ഈ കുഞ്ഞിനെ ഞാനിതാ തിരുക്കരത്തിൽ സമർപ്പിക്കുന്നു, നിന്റെ ഇഷ്ടമുള്ള മകനായി മകളായി വളർത്തേണമേ എന്ന് നീ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അപ്പൊ തോന്നും, അച്ഛൻ ഇതിനു മുമ്പ് വന്ന് പ്രസംഗിച്ചിരുന്നുവെങ്കിൽ ആമേൻ ഞാൻ അപ്പോഴേ പ്രാർത്ഥിച്ചേനെ. ഹല്ലേലൂയ. സമയം കഴിഞ്ഞു പോയിട്ടില്ല. മക്കൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൈവിട്ടു പോകുന്നു എന്ന് തോന്നുന്നു എങ്കിൽ മാതാവും പിതാവും ഒരുമിച്ചിരുന്ന് നിങ്ങളുടെ അറയിൽ പ്രാർത്ഥിച്ചാൽ ഇനിയും മടങ്ങി വരും. ഹല്ലേലൂയ. അതാണ് മുടിയനായ പുത്രൻ. അപ്പനെ ധിക്കരിച്ചു പോയി. അപ്പൻ വേദനിച്ചില്ല, അവന് സുബോധമുണ്ടായി. അവൻ മടങ്ങി വന്ന് പറയുന്നു, അപ്പാ, ഞാൻ നിന്നെ വിട്ടു പോയപ്പോൾ എനിക്കുണ്ടായത് വേദനയാണ്. നിന്നെ വിട്ട് ഞാൻ മാറി കുറെ കാലം താമസിച്ചപ്പോൾ എനിക്ക് വേദനയാണ്. പിതാവേ, ആമേൻ, എനിക്കിതാ മനസ്സുകൊണ്ട് ഞാൻ ഇതാ വീർപ്പുമുട്ടിയിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ അപ്പന്റെയും അമ്മയുടെ സ്നേഹം മനസ്സിലാക്കി ഇതാ മടങ്ങി വരുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടതായ യോഹന്നാൻ അവൻ വീഞ്ഞും മദ്യവും അവൻ ഉപയോഗിക്കുകയില്ല. ഗർഭത്തിൽ വച്ചു തന്നെ കർത്താവ് അവനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. നമ്മളിപ്പോഴും ചിന്തിക്കുന്നു, എൻ്റെ മക്കൾ ഇനി തിരിച്ചു വരില്ല, സുബോധമുള്ളവരായി എൻ്റെ അടുക്കൽ വരില്ല, എനിക്കിനി ഒരു കുഞ്ഞ് ലഭിക്കുകയില്ല, എനിക്ക് നല്ലൊരു ജോലി ഇനി കിട്ടുകയില്ല, നല്ലൊരു കുടുംബജീവിതം എനിക്കിനി നടത്തുവാൻ പറ്റുകയില്ല, അമ്മേ, എനിക്കൊരു ഭവനമില്ല, എനിക്കൊരു തുണ്ട് ഭൂമി പോലുമില്ല, എൻ്റെ ബിസിനസ്സുകളും ജീവിതവും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നഷ്ടപ്പെട്ടിട്ടില്ല. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പറയുന്നു, നഷ്ടപ്പെട്ടിട്ടില്ല. മടങ്ങി വരിക. മകനേ, മകളെ, ഈ വചനം കേൾക്കുന്ന മക്കളെ, നിങ്ങൾ ഇപ്പോൾ മടങ്ങി വരിക. നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്നത് കർത്താവ് ഇതാ തിരിച്ചു തരുന്നു. ഇതാ തിരിച്ചു തരുന്നു. യേശുവിന്റെ നാമത്തിൽ തിരിച്ചു തരുന്നു.
ഹല്ലേലൂയ. എത്ര പേർക്ക് തിരിച്ചു വരുവാൻ കഴിയും? ഏത് വിഷയത്തിന്റെ മേൽ നിങ്ങൾക്ക് തിരിച്ചു വരണമെന്ന് തോന്നുന്നുവോ, സുബോധമുള്ളവരായിട്ട് വരണം. ദൈവസന്നിധിയിൽ ഈ രാത്രി മുതൽ നിങ്ങൾ മുട്ടുമടക്കുക. ഹല്ലേലൂയ. വരുന്ന 10 ദിവസത്തിനകത്ത് ഇത് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. ഭിന്നതയോടുകൂടെ ഇരിക്കരുത്. മാതാവും പിതാവും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഒരുമിച്ച് മുട്ടുകുത്തുക, ഒരുമിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുക. മക്കളില്ല എങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ കരങ്ങളെ പരസ്പരം കോർത്തുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് കരങ്ങളെ പിടിച്ച ആമേൻ നിങ്ങളുടെ ഭവനത്തിൽ വിടുതലിനു വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോ പറയും, നല്ലയോ അച്ഛാ, കൈ പിടിച്ച് തന്നപ്പോ എന്റെ പെണ്ടാട്ടിയെ കൈ ഞാൻ പിടിച്ചത്, അതിനുശേഷം ഇതുവരെ പിടിച്ചിട്ടില്ല. ചിന്തിക്കരുത്, ചിന്തിക്കരുത്, ചിന്തിക്കരുത്. കർത്താവ് കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കുന്നു, അശുദ്ധാത്മാവ് വേർപിരിക്കുന്നു. ഈ രാത്രിയിൽ നിങ്ങൾ ഒരുമിച്ച് കൈപിടിക്കുക. നിങ്ങളുടെ മക്കളുടെ ഭാവിക്ക്, നിങ്ങളുടെ ജീവിതത്തിലെ ഭാവിക്ക് ഒരുമിച്ച് കൈപിടിക്കുക. കർത്താവ് യോജിപ്പിച്ചിരിക്കുന്നു. ആ കുടുംബം ഇന്നു മുതൽ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നു. വരുന്ന 10 ദിവസങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, 10 ദിവസം കഴിയുന്നതിന് മുൻപ് കർത്താവ് നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ ഇതാ വിടുതലയക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിശ്വസിക്കണ്ട, കർത്താവ് വിടുതൽ തരുവാൻ പോകുന്നു. അവിശ്വസിക്കണ്ട. അതാണ് പറഞ്ഞത്, നീ ധൈര്യപ്പെടുക. നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ ഗർഭിണിയാണ്. ആമേൻ. കർത്താവിന്റെ നാമം അവൻ അവിശ്വസിച്ചതുകൊണ്ട് ഗബ്രിയേൽ ദൂതൻ പറയുന്നു, നീ ഇനി സംസാരിക്കത്തില്ല, നിന്റെ കുഞ്ഞിന് പേരിടണം. ഹല്ലേലൂയ. അബിയാകൂറിന്റെ നിയമപ്രകാരം ദൈവാലയത്തിലെ ശുശ്രൂഷ കഴിഞ്ഞ ആമേൻ സഖരിയാവ് ഭവനത്തിലേക്ക് ചെന്നു. ഭവനത്തിലേക്ക് ചെന്നപ്പോൾ ആമേൻ എലിസബത്തിനോടുകൂടെ ഒരു ആൺകുഞ്ഞിനെ കണ്ടു. ഹല്ലേലൂയ. അവൻ എന്തെന്നില്ലാത്ത ഒരു സന്തോഷമുണ്ടായി. അവൻ ആവണക്കിന്റെ പലകയെടുത്തു, അതിൽ യോഹന്നാൻ എന്ന് പേരെഴുതി വായിച്ച് യോഹന്നാന്റെ ചെവിയിൽ അത് കേട്ടപ്പോൾ അവൻ വായി തുറന്ന് സംസാരിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ, ആമേൻ. അതാണ് കർത്താവ് പറഞ്ഞത്, കണ്ടു വിശ്വസിക്കുന്നവനേക്കാൾ കാണാതെ വിശ്വസിക്കുന്നതായ മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. അവൻ ഭാഗ്യവാൻ. അവൻ വീട്ടിൽ വന്നു. ആമേൻ. കുഞ്ഞിനെ കണ്ടപ്പോഴാണ് അവൻ വിശ്വസിച്ചത്. അവൻ ദൈവാലയത്തിൽ വെച്ച അത് വിശ്വസിച്ചിരുന്നുവെങ്കിൽ ആമേൻ നീണ്ട കാലങ്ങളിൽ സംസാരിക്കുവാൻ കഴിയാതിരുന്ന അവസ്ഥ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ലായിരുന്നു. അവൻ ഭവനത്തിൽ വന്ന് വിശ്വസിച്ചു. ആ ദൂതന്റെ വാക്ക് അവൻ കേട്ടു. അവൻ ആവണക്ക് പലകയുടെ മേൽ യോഹന്നാൻ എന്ന് എഴുതി വായിച്ച ആമേൻ സഖരിയാവിന്റെ ചെവിയിൽ അത് കേട്ടപ്പോൾ അവൻ വായി തുറന്ന് സംസാരിക്കുവാനും ദൈവാലയത്തിൽ വച്ച് കണ്ടതായ ദർശനത്തെ അവൻ കൂടിയിരുന്നതായ ജനത്തോടുകൂടെ ആമേൻ അവൻ സാക്ഷിക്കുവാനും തുടങ്ങി. ഹല്ലേലൂയ. അവൾ ഗർഭവതിയായി. അവളുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷമുണ്ടായി. ഒരു കുഞ്ഞിന് ജന്മം നൽകി. അതിൽ പരം സന്തോഷം ആ കുടുംബത്തിനകത്ത് ഇല്ല. ആമേൻ. അതിന്റെ 24-ാം വാക്യത്തിൽ, ആ നാളുകൾ കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ആമേൻ 5 മാസം ആമേൻ ഒളിച്ചവൾ പാർത്തു. കാരണം എന്തുകൊണ്ട്? വാർദ്ധക്യത്തിലും ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞിട്ട് അവൾക്കൊരു അപമാനം തോന്നി. അവൾ ഒളിച്ചു പാർത്തു. ഹല്ലേലൂയ. അവൾ ഒളിച്ചു പാർത്തു. ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കുന്നതിനെ പുറത്തു പറയുവാൻ മടിയുള്ളവരായിരിക്കുന്നു എങ്കിൽ വലിയ വേദനകൾ നമ്മുടെ വീട്ടിനകത്ത്, നമ്മുടെ ജീവിതത്തിൽ തളം കെട്ടിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അവൾ ഒളിച്ചു പാർത്തു.
സെക്കരിയാവ് അവിശ്വസിച്ചു, അവന്റെ ജീവിതത്തിൽ അവൻ ഊമനായി തീരുന്നു. ആമേൻ. എലിസബത്ത് 5 മാസവും മനസ്സു നീറി കഴിയുന്നത്, ആമേൻ, ഇനി ഈ ജനം എന്നെ എന്തു പറയും, വാർദ്ധക്യത്തിൽ ഇങ്ങനെ സംഭവിച്ചത് എന്ത് എന്ന് മറ്റുള്ളവരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കുമെന്ന് പറഞ്ഞ് അവൾ, ആമേൻ, ഒതുങ്ങി കഴിയുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല രഹസ്യ രോഗങ്ങളും യേശു സൗഖ്യമാക്കുന്നുണ്ട്. രഹസ്യ രോഗമാണ്, പുറത്തു പറയുവാൻ പറ്റില്ല. എങ്ങനെ പറയും? മറ്റുള്ളവരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ആമേൻ. ഭയപ്പെടണ്ട. യേശുവിന്റെ മുൻപിൽ സാക്ഷ്യമായി നിൽക്കുവാൻ എടുത്ത തീരുമാനത്തിലൂടെ സകല ശാപവും ഈ രാത്രിയിൽ മാറിയിരിക്കുന്നു. എത്ര പേർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹം തരുന്നതായ ക്രിസ്തുവിന്റെ മുൻപിൽ ഒരു നിമിഷം കണ്ണടയ്ക്കാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യേശുവേ, മനസ്സുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. യേശുവേ, എനിക്കൊരു നല്ല ഭാര്യയെ നീ തന്നു, നല്ല ഒരു ഭർത്താവിനെ നീ എനിക്ക് തന്നു. ഒരുമിച്ച് കൈകോർത്ത് ഞങ്ങൾ, ആമേൻ, പ്രാർത്ഥിച്ചിട്ട് നാളുകളായി. ഈ ദിവസം മുതൽ ഞങ്ങൾ ഒരുമിച്ച് കരം കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പാ, എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത് എന്ന് ഞാൻ കരുതുന്നതിനെ തിരിച്ചു തരുന്നതിനായി ഇഷ്ടപ്പെട്ടു. യേശുവേ, നല്ലൊരു ഭാര്യയെ തന്നു, നല്ലൊരു ഭർത്താവിനെ തന്നു, എനിക്ക് നല്ലൊരു കുഞ്ഞിനെ തന്നു, ഒരു മകനെ, ഒരു മകളെ എനിക്ക് നീ തന്നു. പിതാവേ, നിന്റെ ഇഷ്ടത്തിലും ബുദ്ധിയിലും വളരുവാൻ എൻ്റെ മക്കളെ നീ സഹായിക്കണം. അവർ വഴിതെറ്റി പോകുന്ന വഴികളിൽ നിന്റെ ദൂതന്മാരെ അയച്ച് നീ തിരിച്ചു കൊണ്ടുവരണം. ഹല്ലേലൂയ. അവർക്ക് ജന്മം നൽകി, ആമേൻ, എൻ്റെ കൈകളിൽ ആ കുഞ്ഞു കിട്ടിയപ്പോൾ ഞാൻ തിരുക്കരങ്ങളിൽ സമർപ്പിച്ചിട്ടില്ല. അപ്പാ, എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. യേശുവേ, അവർ ബാല്യം മുതൽ യുവാവായി ഈ സമയം വരെയും ഞാൻ അവരെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ചിട്ടില്ല. അപ്പാ, ഈ നിമിഷം മുതൽ ഞാൻ എൻ്റെ മക്കളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അവർ നിങ്ങൾക്ക് അനുസരണമുള്ളവരായി, നിങ്ങളുടെ ഭവനത്തിൽ അസാധ്യമെന്ന് തോന്നിയതിനെ തിരിച്ചു തരുന്നു. ഭവനം നീ സങ്കല്പിക്കുന്നുവോ, യേശു തരുന്നു. വസ്തുവിനെ കുറിച്ച് നീ സങ്കല്പിക്കുന്നുവോ, യേശു തരുന്നു. മക്കളിനെ കുറിച്ച് നീ സങ്കല്പിക്കുന്നുവോ, യേശു നിന്റെ ഉദരത്തെ തൊടുന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ഗബ്രിയേൽ ദൂതൻ വീണ്ടും ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് പ്രത്യക്ഷപ്പെടുന്നു. അത് മറിയയുടെ അടുക്കലാണ്. അല്ലയോ മറിയേ, നിനക്ക് വന്ദനം എന്ന് പറഞ്ഞു. ഇത് എന്തു വന്ദനമെന്ന് അവൾ നോക്കുമ്പോൾ, ആമേൻ, ഗബ്രിയേൽ ദൂതൻ പറയുന്നു, നീ പരിശുദ്ധാത്മാവിനാൽ നീ ഇതാ ഗർഭം ധരിക്കുവാൻ പോകുന്നു. ആമേൻ. അപ്പോൾ അവൾ പറയുന്നു, ഞാൻ പുരുഷനെ അറിയാത്തതായ സ്ത്രീയാണ്, പിന്നെ എങ്ങനെ ഇത് സംഭവിക്കും? ഗബ്രിയേൽ ദൂതൻ പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അപ്പോൾ നീ ഗർഭം ധരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കന്യകയുടെ മേലും പരിശുദ്ധാത്മാവിന്റെ പ്രവാഹത്തിലൂടെ ഒരു കുഞ്ഞിനെ ജന്മം നൽകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് അവിടെ വ്യാപരിക്കുന്നത്. എലിസബത്തിന്റെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് വ്യാപരിക്കുന്നത്. അതേ ശക്തി നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബ ജീവിതത്തിൽ, ആമേൻ, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചത് കൊണ്ടാണ് നമുക്ക്, ആമേൻ, പുത്രോത്പാദനം ലഭിച്ചത്. ഹല്ലേലൂയ. ഇതുവരെയും പുത്രോത്പാദനം ലഭിക്കാതിരുന്നതായ മക്കളെ കർത്താവിന്റെ നാമത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുന്നു. പരിശുദ്ധാത്മാവ് തൊടുക മാത്രമല്ല, നീ ഇതാ ഗർഭവതിയാകുവാൻ പോകുന്നു. ആമേൻ. നീ നടക്കില്ല എന്ന് ചിന്തിച്ചതായ കാര്യത്തിന്റെ മേൽ ഇതാ വിടുതലയിക്കുന്നു. മറിയ വളരെയധികം ഭാരപ്പെട്ടു. ഹല്ലേലൂയ. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് ഒരു സ്ത്രീ കൊള്ളരുതാത്തവളെന്ന് കണ്ടാൽ അവളെ ഉപേക്ഷിക്കണം.
അവളെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഗണത്തിൽ നിൽക്കുവാൻ കഴിയത്തില്ല, അവരെ പുറത്താക്കും. യോസേഫ് ഉത്കൃഷ്ട മനസ്സുള്ളവൻ, നല്ല സ്വഭാവമുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം. നമ്മളോട് ചോദിക്കുന്നു, നമുക്ക് കിട്ടിയ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നല്ല സ്വഭാവമുള്ളവരാണോ? ഒന്ന് ചിന്തിക്കുക. നല്ല സ്വഭാവമുള്ളവരാണോ? ആമേൻ. എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണോ? ഒന്ന് നോക്കുക. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് വിവാഹം 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങ്. ഈ 1 വർഷത്തിനകത്ത് വിവാഹം നിശ്ചയിക്കപ്പെട്ട സ്ത്രീ ഏതെങ്കിലും വിധത്തിൽ തെറ്റുകാരി എന്ന് കണ്ടാൽ അവളെ ഉപേക്ഷിക്കണം. ആമേൻ, ആമേൻ, ആമേൻ. യോസേഫ് ചിന്തിച്ചത് ഇങ്ങനെയാണ്: ഞാൻ അവളെ ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്നു, പക്ഷേ അവൾക്ക് ഒരു കുഴപ്പവും വരരുത്. നമ്മൾ എത്ര പേരാണ് ചിന്തിക്കുന്നത്? എൻ്റെ അപ്പന് ഒരു കുഴപ്പവും വരരുത്, എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പവും വരരുത്, എൻ്റെ മക്കൾക്കൊരു കുഴപ്പവും വരരുത്, എൻ്റെ ഭാര്യയ്ക്കൊരു കുഴപ്പവും വരരുത്, എൻ്റെ ഭർത്താവിനൊരു കുഴപ്പവും വരരുത് എന്ന് പറഞ്ഞ് എത്ര പേരാണ് ചിന്തിച്ച് പ്രാർത്ഥിക്കുന്നത്? എങ്കിൽ നിങ്ങൾ ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ്. നമ്മളിപ്പോൾ ചിന്തിക്കുക, ഞാനൊരു നല്ല മനസ്സിന്റെ ഉടമയാണോ? എൻ്റെ ഭർത്താവിനെ ഞാൻ നിന്ദിച്ചിട്ടുണ്ടോ, പരിഹസിച്ചിട്ടുണ്ടോ? എൻ്റെ ഭാര്യയെ ഞാൻ നിന്ദിച്ചിട്ടുണ്ടോ, പരിഹസിച്ചിട്ടുണ്ടോ? എൻ്റെ മക്കളെ ഞാൻ ശാപവാക്കുകളിലൂടെ ഞാൻ പ്രാഗിയിട്ടുണ്ടോ? എൻ്റെ അപ്പനെയോ അമ്മയെയോ ഞാൻ വെറുത്തിട്ടുണ്ടോ? മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഇവന്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി എന്ത് ചെയ്യണം? കൊണ്ട് കടലിലിടണം. ഹല്ലേലൂയ. അപ്പനെയും അമ്മയും വെറുക്കുന്നവൻ എന്ത് ചെയ്യണം? അവൻ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് തുല്യം. ഹല്ലേലൂയ. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ രാത്രിയിൽ ഞാൻ ഉൾപ്പെടെ നമ്മൾ എത്ര പേരാ ജീവിച്ചിരിക്കുവാൻ യോഗ്യതയുള്ളവരുടെ ഉണ്ട്? ആരെങ്കിലും ഉണ്ടോ? ഒരൊറ്റ മനുഷ്യനുമില്ല. എന്നാലും സർവശക്തനായിരിക്കുന്ന ദൈവം ആമേൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഇനിമേൽ നമ്മൾ എന്ത് ചെയ്യരുത്? ആരെയും നിന്ദിക്കാതിരിക്കുക. ഈ നിമിഷം വരെ പള്ളിയിൽ വരുന്നത് വരെ നമ്മൾ പലരെയും നിന്ദിച്ചു, പരിഹസിച്ചു, എല്ലാം ചെയ്തു. ഈ തിരുവചനം കേൾക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ ഞാൻ മനസ്സുകൊണ്ട് പ്രാഗിക്കൊണ്ടിരുന്നു. പക്ഷേ ഇതുവരെ ചെയ്തതായ എല്ലാ അകൃത്യവും യേശു കർത്താവ് ക്ഷമിക്കുന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് ഞാൻ ഇതുവരെ ചെയ്തതായ അകൃത്യം, അപ്പനോട് അമ്മയോട് നിന്ദിച്ചത്, പരിഹസിച്ചതെല്ലാം അവനിതാ മാറ്റുന്നു. പക്ഷേ ഈ തിരുവചനം കേട്ടിട്ടും ഇനി നിന്റെ അപ്പനെയോ അമ്മയെയോ മക്കളെയോ മറ്റുള്ളവരെ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ ദുഷിക്കുകയോ ചെയ്താൽ ഈ തിരുവചനം ജീവിത അവസാനം വരെ നിന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അതിനായ വിധി ദിവസത്തിൽ നിന്നോട് അവൻ ചോദിക്കും. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. നീ മനസ്സുകൊണ്ട് ഏറ്റെടുക്കുക. ഈ തിരുവചനത്തെ മനസ്സുകൊണ്ട് ഏറ്റെടുക്കുമ്പോൾ ആമേൻ, യോസേഫിന്റെ അടുക്കലും ആ ദൂതൻ പറയുന്നു, നിന്റെ ഭാര്യയെ നീ ഉപേക്ഷിക്കണ്ട, അവൾ ദൈവത്തിന്റെ ആത്മാവിനാൽ ഗർഭവതിയായിരിക്കുന്നു. നോക്കുക, ഒരേ ദൂതൻ 3 പേരുടെ അടുക്കൽ പ്രത്യക്ഷമായി. ഭയപ്പെടണ്ട എന്നാണ് പറഞ്ഞത്. ഒന്നാമത് പറയുന്നു, നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. മറിയയോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട, അവൾ പരിശുദ്ധാത്മാ അവൻ നീ ഗർഭം ധരിക്കുവാൻ പോകുന്നു. യോസേഫിനോടും പറയുന്നു, നീ ഭയപ്പെടേണ്ട, അവൾ പരിശുദ്ധാത്മാവിനാൽ ഇതാ ഗർഭം ധരിച്ചിരിക്കുന്നു. ഈ രാത്രിയിലും ആ ഗബ്രിയേൽ ദൂതന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. എത്ര പേർക്ക് അത് സ്വീകരിക്കുവാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഗബ്രിയേൽ ദൂതന്റെ സാന്നിധ്യം ഇന്ന് ഇവിടെ നിന്ന് പറയുന്നു, നീ ഭയപ്പെടണ്ട. നിന്റെ ഹൃദയ വിചാരം ഇന്ന് മാറും. നീ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മേൽ ഇതാ വിടുതൽ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആ ശക്തി ഈ രാത്രിയിൽ നമ്മെ ഓരോരുത്തരുടെ മേലും വ്യാപരിക്കുന്നു. ഗബ്രിയേൽ ദൂതന്റെ സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെ മേലും വ്യാപരിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറയുന്നു, നീ ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥന വിഷയത്തിന്റെ മേൽ ഞാൻ നിനക്കിതാ ഒരു വിജയം തരുന്നു. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഈ രാത്രി കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചപ്പോൾ ആമേൻ 28-ാം വാക്യത്തിന്റെ അവസാനത്തെ ഭാഗത്തിൽ പറയുന്നു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ദ ഹോളി സ്പിരിറ്റ്. എത്ര പേർക്ക് പറയുവാൻ വഴി, യേശു എന്റെ കൂടെയുണ്ട്, കർത്താവ് എന്റെ കൂടെയുണ്ട്. കർത്താവ് കൂടെ ഇരുന്ന എന്റെ പ്രാർത്ഥനകളെ അനുനിമിഷവും കേട്ടുകൊണ്ടേയിരിക്കുന്നു. ആമേൻ. നിന്നെ ഉപേക്ഷിക്കണമെന്ന് ചിന്തിച്ചവർ, നിന്ദിക്കണമെന്ന് ചിന്തിച്ചവർ, പരിഹസിക്കണമെന്ന് ചിന്തിച്ചവർ നിന്നെ ഇതാ സ്നേഹിക്കുവാൻ പോകുന്നു. യോസേഫിനോടുകൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചപ്പോൾ ഉപേക്ഷിക്കണമെന്ന് വിചാരിച്ചു നിന്നതായ തന്റെ സ്നേഹിതയായ മറിയയെ അവൻ ഇതാ ചേർത്തുകൊള്ളുന്നു. അവൻ അവിശ്വസിച്ചില്ല. ഭാര്യ ഭർത്താക്കന്മാർ പലപ്പോഴും അവിശ്വാസത്തിന്റെ നടുവിലാണ്. ഹല്ലേലൂയ. ഇന്ന് ഒരാൾ എന്നെ കാണാൻ വന്നിട്ട് പറയുന്നു, ഞാൻ എല്ലാ ദിവസവും എന്റെ ഭർത്താവ് അറിയാതെ എന്റെ ഭർത്താവിന്റെ ഫോൺ എടുത്ത് ഞാൻ നോക്കും. അച്ചോ, ഒരു ഫോൺ നമ്പർ സ്ഥിരമായിട്ട് വരുന്നു, അതാണാണോ പെണ്ണാണോ എന്നോട് ചോദിച്ചത്. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു? അയ്യോ, എന്റെ ഭർത്താവ് ഭയങ്കര സ്നേഹമാണ്. പിന്നെ എന്തിനാണ് ഈ കുന്നായ്മ കൊണ്ട് മനസ്സിൽ നടക്കുന്നത്? ഹല്ലേലൂയ. എത്ര ഭാര്യമാരുടെ ഭർത്താക്കന്മാരുടെ ഫോൺ പരിശോധിക്കുന്നത്? എത്ര ഭർത്താക്കന്മാരുടെ ഭാര്യമാരുടെ ഫോൺ പരിശോധിക്കുന്നത്? ഹല്ലേലൂയ. കാരണം എന്തുകൊണ്ട്? അവരുടെ ഉള്ളിൽ പരസ്പര സ്നേഹമില്ലാത്തതിന്റെ അടയാളം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. രാവിലെ ഒരാൾ ഒരുങ്ങിപ്പോയാൽ കുറ്റം പറയും. ഇന്ന് വന്ന ഒരു അമ്മ പറയുന്നതാണ്, അവള് രാവിലെ എഴുതിക്കും, പൊട്ടുതൊടും, ഒരു പട്ടു സാരി എടുത്തു കൊടുക്കും. എവിടെ പോണം നേട്ടാ അറിഞ്ഞൂടാ, നല്ലൊരു ബംഗ്ലാവ് വെച്ചിരിക്കണം. ദേശക്കാർ കുറ്റപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ദൈവസ്നേഹം എന്റെ ഉള്ളിലുണ്ട് എങ്കിൽ ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക, ആരെയും നിന്ദിക്കാതിരിക്കുക, ആരെയും പരിഹസിക്കാതിരിക്കുക. എന്നാൽ നീ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വരും. ഹല്ലേലൂയ. ഇന്ന് ഒരു ഹിന്ദുമത വിശ്വാസത്തിലിരിക്കുന്ന ഒരു വ്യക്തി പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ ഭർത്താവ് ക്ഷേത്രത്തിലെ പൂജാരിയാണ്, 2 മക്കള് പൂജാരിയാണ്, ഈ അമ്മ വീട്ടിൽ ഭസ്മമെല്ലാം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. അവർ ശരീരത്തിലൊരു വേദന വന്നപ്പോൾ അവർ ചിന്തിച്ചത്, എനിക്ക് അച്ഛൻ്റെ അടുത്ത് പോയാൽ എനിക്ക് സൗഖ്യം കിട്ടും. ഓടി വന്നു. ഇവിടെ എൻ്റെ അടുത്ത് ഏകദേശം ഒരു 2 മണിക്കൂർ വരെ എൻ്റെ അടുത്ത് ഇവിടെ സംസാരിച്ചു. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവർ സൗഖ്യം പ്രാപിച്ചാണ് ഇറങ്ങുന്നത്. ഇറങ്ങുമ്പോൾ പുള്ളിക്കാരൻ കുറേ ദിവസത്തിന് മുമ്പ് പുള്ളിക്കാരൻ ഇവിടെ പ്രാർത്ഥനയ്ക്ക് കാറിൽ കൊണ്ടുവിട്ടു ഒരു മഴയത്ത്. ഇന്ന് ഇറങ്ങിയപ്പോൾ ചോദിക്കുകയാണ്, നിന്റെ വിശ്വാസം ഇപ്പോൾ യേശുവിലേക്ക് പോയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് എല്ലാവരും പൂജാരിമാരാണ്. നിന്റെ വിശ്വാസം വഴിതിരിഞ്ഞു പോകുന്നുണ്ടോ എന്ന്. ഹല്ലേലൂയ. അവർക്കറിയാം യഥാർത്ഥ സത്യം എവിടെയാണ്, യഥാർത്ഥ വിടുതൽ എവിടെ നിന്ന് കിട്ടുന്നു. ഹല്ലേലൂയ. ആ വ്യക്തി ആമേൻ എല്ലാം മുൻകൂട്ടി പറയുന്ന ഒരു അമ്മയാണ് അവര്. ഞാൻ അവരോടുകൂടെ ഇങ്ങനെയാണ് പറഞ്ഞത്, അല്ലയോ അമ്മ, നിങ്ങൾക്ക് വേണ്ടി അഗ്നിക്കാവടി എടുത്ത് ആടാമെന്ന് പറഞ്ഞ ഒരാൾ നേർന്ന് വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ അവരുടെ ശരീരത്തിൽ ഒരു വിറയൽ വന്നു. ആമേൻ, വിറയൽ വന്നു. ഹല്ലേലൂയ. നോക്കുക, അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ആർക്കും ദോഷമായി ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോ ചില ദിവസത്തിന് മുമ്പ് ഇവിടെ ഒരു മന്ത്രവാദത്തിന്റെ പൊതി നമുക്കൊരാളിവിടെ കൊണ്ടുതന്നു. ആമേൻ. ആ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, അമ്മ, ഒരു പോണിക്കകത്ത് ഒരു കുപ്പി, ഒരു കത്തി ഇട്ടിട്ടുണ്ട്.
ഹല്ലേലൂയ. അവർക്കാണ് ഈ മന്ത്രവാദത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നത്. ഇങ്ങനെ ഒരു ചെപ്പിരിപ്പുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞത്, കത്തി എങ്ങനെ നൂത്താണോ വെച്ചിരുന്നത്, അവൻ തലകീഴായിട്ടാണോ വെച്ചിരുന്നത്. ഞാൻ പറഞ്ഞു, നൂത്താണ് വെച്ചിരുന്നത്. കൊണ്ടുവന്ന ആളും ഇവിടെ ഇരിപ്പുണ്ട്. അമേൻ, നൂത്താണ് വെച്ചിരുന്നത്. അവർ പറഞ്ഞു, അവരുടെ ജീവിതത്തിൽ ആയുസ്സിൽ രക്ഷപ്പെടാതിരിക്കുവാൻ വേണ്ടി ചെയ്ത മന്ത്രവാദത്തിന്റെ ശക്തി. ഹല്ലേലൂയ, ആമേൻ. നോക്കുക, പുള്ളിക്കാരൻ ആർക്കും ഒരു ദ്രോഹമുള്ള ഒരാളല്ല, ശുദ്ധ മനസ്സനാണ്. ആമേൻ. ഒരുവന്റെ ഭവനം നന്നാകുന്നതോ, ഒരുവന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു ഉയരുന്നതോ നിന്റെ ചുറ്റുപാടുമുള്ളവർക്ക് ഇഷ്ടപ്പെടുകയില്ല. അവൻ മന്ത്രവാദത്തിന്റെ പിന്നാലെ പോകും. അവൻ ദേശത്തിലെ അധിപതികളുടെ അടുക്കലേക്ക് അവൻ ഓടിച്ചെല്ലും. അവൻ ഓടിച്ചെല്ലുന്നതാ നിന്റെ ഉയർച്ച കണ്ട, ആമേൻ ആമേൻ, വേദനപ്പെട്ടുകൊണ്ട്. ഹല്ലേലൂയ. നിന്റെ ഉയർച്ചയിൽ വേദനപ്പെടുന്നതായ ആമേൻ മക്കൾ അതിശക്തിയായി ക്രിസ്തുവിന്റെ സന്നിധിയിൽ ആരാധിച്ചപ്പോൾ ഒരു കൂട്ടം ജനം പറഞ്ഞു, ആമേൻ, നിന്റെ ഭക്തന്മാരോടും മിണ്ടാതിരിക്കുവാൻ പറ എന്ന്. കർത്താവ് പറഞ്ഞു, ആമേൻ, ഇവർ മിണ്ടാതിരിക്കും, പക്ഷേ ഈ കല്ലുകൾ ആർത്തുപാടും, ആർത്തുപാടും. ആമേൻ, ആർത്തുപാടും. കർത്താവിന്റെ മഹത്വം അറിയുന്നതായ നമുക്ക് ആരാധിക്കാതിരിക്കുവാൻ കഴിയുകയില്ല. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ആരാധിക്കുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാകും. ആമേൻ, പ്രതികൂലങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ ഇത്രയും സൗണ്ട് വെച്ച് വയ്ക്കുന്നുണ്ട്. ഒരാൾ കുറേ ദിവസം കൊണ്ട് പറയുന്ന സൗണ്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇത്രയും പേർക്ക് സൗണ്ട്. ആമേൻ. അവർ പറഞ്ഞതിങ്ങനെ, ഇത്രയും സൗണ്ടെന്ന് വെക്കേണ്ടത് നിങ്ങൾ കൈയടിച്ച് പാടിയാൽ പോലും ചെവി അടച്ചിരിക്കാൻ പറ്റില്ല. കറണ്ട് ഇല്ലാത്ത സമയത്ത് കൈയടിച്ച് പാടിയാൽ പോലും ചെവി അടച്ചിരിക്കാൻ. ഹല്ലേലൂയ. അത്രയ്ക്കുണ്ട് നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ പ്രവാഹം. ദേശത്തിലെ അധിപതികൾക്ക് മിണ്ടാതിരിക്കുവാൻ കഴിയുകയില്ല. അവരിത് വന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു വേദന തോന്നി. അപ്പോഴാണ് ഈ വാക്യം തോന്നിയത്.